ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഒരു മാംഗ്ലൂർ സ്റ്റൈൽ ബജ്ജിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സ്നാക്സിനായിട്ട് ആദ്യം ഇതിലേക്കൊരു 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് തേങ്ങ ചിരവിയതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വേണ്ടി വരില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ ചെറിയ പീസാക്കി മുറി, ഒരു 3/4 to 1 ടേബിൾ സ്പൂണിൻ്റെ ഉള്ളിൽ മതിയാകും. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവ് മതിയെങ്കിൽ 2 മതിയാവും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഏകദേശം 1/2 ടീസ്പൂണൊക്കെ തന്നെ മതിയാകും. ഇനി ഒരു 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട, 1 ടീസ്പൂൺ മതിയാകും. നല്ലൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്, തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അധികം പുളിയില്ലാത്തൊരു 3/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പൊക്കെ മതിയാകും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ആക്കി ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇനി കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്കൊരു ഇത്തിരി കൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു തൈരെടുത്ത പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പും കുറച്ചുകൂടെ ഒക്കെ ഒരു വെള്ളം ഇട്ടതാണ്. ഒഴിക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ കുഴച്ച് ഇങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് ഏകദേശം ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല പൊങ്ങിയ ഉള്ളിലൊക്കെ നല്ലൊരു ടെക്സ്ചറിലായിട്ട് കിട്ടുള്ളൂ. അത് മറക്കരുത്. മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്കൊരു 2 നുള്ളു കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടെ നല്ലോണം ഉഷാറായി പൊങ്ങി വരെ 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുത്തത് ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ബോണ്ടയ്ക്കൊക്കെ അടിച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം പോലെ ലൂസാവരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇത്തിരി ലൂസായാലും ഒരു ഇത്തിരി കൂടെ മൈദ ഇട്ടിട്ടൊന്ന് ടൈറ്റ് ആക്കണം. കാരണം ഭയങ്കര ലൂസായി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ മതിയാകും. ഇനി ഇതൊരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു ടെക്സ്ചർ ഇട്ടൊരു 1 to 2 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ ആവുമൊന്നുമില്ല, പക്ഷെ എന്നാലും ഉഷാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചത്, മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിലൊരു ഇത്തിരി എടുത്തിട്ട് കോരിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് എണ്ണയ്ക്ക് ചൂടുണ്ടെങ്കിൽ വേഗം പൊങ്ങി കിട്ടിക്കോളും. എന്നിട്ടൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ കളർ മാറിപ്പോകുന്നൊരു പ്രശ്നം വരും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ 2 ഭാഗവും നല്ലോണം തിരിച്ചു മറിച്ചിട്ട് കറക്റ്റ് നല്ല ക്രിസ്പിയിൽ നല്ല ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലൊരു 2-3 ബാച്ചൊക്കെ ഫ്രൈ ചെയ്യാനുള്ള മാവായിരിക്കും ഉണ്ടാവുക 1 കപ്പ് വെച്ച് ചെയ്യുന്ന സമയത്ത്. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോട് കൂടി തന്നെ കട്ടൻ ചായയുടെയൊക്കെ കൂടെ വെറുതെ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങ ചട്നി ഇല്ലേ, തേങ്ങയും കുറച്ച് പൊട്ടുകടലയും പച്ചമുളകും ഇത്തിരി ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചിട്ട് കടുകൊക്കെ വറുത്തിട്ടുള്ള ഈ ഒരു ചട്നിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. പുറത്തൊരു ഇത്തിരി കൂടുതൽ ക്രിസ്പിയില്ല, എന്നാലും ചൂടോടുകൂടെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചമ്മന്തിയുടെയൊക്കെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. കൂടുതൽ ആളുകൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്